ചെറിയ കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ റോഡിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാവും കേട്ടോ. ഇവിടെയാണ് മെയിൻ ആയിട്ടൊരു ടണൽ ഏരിയ വരുന്നത്. ടണൽ ഏരിയ രണ്ട് സൈഡും ഘോരവനങ്ങൾ. എന്താ ചെയ്യും? ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ വയനാട് ചുരത്തിന്റെ മുകളിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യൂ. രണ്ടാമത്തെ വ്യൂ ഇവിടെ വൈകുന്നേരമൊക്കെ മഞ്ഞൊക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മുടെ റോഡും ചില സമയങ്ങളിൽ മഴയത്തൊക്കെ ഇത് അടച്ചിരുന്നില്ലേ, അത് ഈ സൈഡിൽ നിന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. പിന്നെ അതുപോലെ തന്നെ മഴയത്ത് ഇവിടെ ഇടിയും പേടി കൊണ്ടാണ് ഇത് അടച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ചുരത്തിന്റെ ടോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ കയറ്റം ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ വയനാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്, അടുത്ത കാറ്റുണ്ട്. വണ്ടികൾ കയറി വരുന്നുണ്ട്. മോണ ആളെ റോങ്ങടിച്ചാണ് വരുന്നത്. കാഴ്ചയാണ് ഇതൊക്കെ. നല്ല കാറ്റടിച്ചിട്ട് നല്ല കാടുകളൊക്കെ നല്ല ഇളക്കി നിൽക്കുന്നുണ്ട്. വലിയ വനമാണ് മുന്നിൽ കാണുന്നത്. നല്ല വലിയ മരം. ഇവിടെ UNCCന്റെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ UNCCന്റെ റോഡ് വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അപകടമല്ല, നടുവിലൊക്കെ കുഴിച്ചിടാണ്ട് എന്റെ മോനെ, വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. ഇവിടത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം നല്ല തണുപ്പാണ്. കയറ്റം കയറുമ്പോൾ തണുപ്പ് ഇപ്പൊ ഇരട്ടിച്ചിരിക്കുകയാണ്. മോനെ, നട്ടുച്ചയാണ് സമയം. ഇപ്പോൾ നോക്കുമ്പോ ഏകദേശം 12:45 1 മണിയാകുന്ന സമയം. പക്ഷെ ഇവിടത്തേക്ക് ഇറങ്ങുന്ന സമയത്തില്ല, നല്ല തണുപ്പ്, പൊളി തണുപ്പാണ്. എന്റെ മോനെ, എന്ത് തണുപ്പായിട്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജാക്കറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. എന്താ ചെയ്യല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ റോഡ് പണിയുടെ മൊത്തമായിട്ടുള്ള ക്ലച്ചും മറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോസ് എടുക്കാൻ നോക്കാം. മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. പക്ഷേ റോഡ് വളരെ രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കാണുന്നത്. നമ്മുടെ വയനാടിന്റെ ചുരം റോഡ് വീതിയാക്കുന്ന വർക്കിലാണുള്ളത്. ഇതാണ് നമ്മുടെ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ക്ലൈമറ്റ് ഇവിടുത്തെ നല്ല വെയിലിന്റെ കളറൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. 2 പ്രാവശ്യം പോലീസുകാർ പൊക്കിയ സ്ഥലമാണ് ബേക്കിൽ കണ്ടത്. പക്ഷെ നമ്മൾ യൂട്യൂബറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. സന്തോഷത്തോടെ അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്.
നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ വെറുതെ ജസ്റ്റ് വീഡിയോസ് എടുക്കുന്നത് ചെയ്യുന്നു അത്രേ. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലുള്ള ഡ്രെയിനേജിന്റെ വെള്ളം പോകുന്ന വഴിയുടെ വർക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കല്ലുകളുടെ പാലങ്ങളുടെ ചെറിയ ചെറിയ പാലങ്ങളുടെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് യാത്രയ്ക്ക് ഇവിടെ ഇപ്പോൾ. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വൺ സൈഡ് പാലത്തിന്റെ പണി കഴിഞ്ഞ് വെള്ളം കെട്ടി നിർത്തിയിട്ട് അത് ക്യൂറിംഗ് പീരീഡിലാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞത് റൈറ്റ് സൈഡിൽ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് അതിലൂടെ പോകാനും പറ്റും. നല്ല സിസ്റ്റമാറ്റിക് വർക്ക് തന്നെയാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ റോഡിൽ വലിയ വൃത്തികേടായിട്ടോ മരങ്ങളോ കല്ലുകളോ ഒന്നും കാണാനില്ല. സൈഡിൽ ഒതുക്കി വെച്ചിട്ടാണ് ഇവരിപ്പോൾ പോയിട്ടുള്ളത് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള വർക്കുകളാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അജയ് എന്ന് പറയുന്നത്. അവനാണ് ഇവിടെ എഞ്ചിനീയർ എന്നൊക്കെ തോന്നുന്നുണ്ട്. വയനാട്ടിലാണെന്ന് പറഞ്ഞിരുന്നു എന്നോട്. ULCC-യിലാണ്. കൊള്ളാട്ടോ അവന്റെ വർക്കാണെങ്കിൽ ഇത് കൊള്ളാട്ടോ വർക്ക്. ഇപ്പൊ ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് ലീവിലാണ് ഇവിടെ ആരും കാണും. ഈ GSP-W ഇട്ടതാണെന്ന് തോന്നുന്നു. GSP ഒക്കെ ഇട്ടതാണ്. ഇനിയിപ്പോ നമ്മൾ കാറിന് മാത്രമാണ്. കാരണം സർവീസ് റോഡിന്റെ ഡ്രെയിനേജിന്റെ പണിയൊക്കെ ഇവിടെ പൂർത്തിയായതാണ്. നമുക്ക് ഇവിടെ കാറിങ് മാത്രമാണുള്ളത്. ഈ കുണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് അതിനുശേഷം MS അടിച്ചതിന് ശേഷം കാർ ചെയ്യുന്നത്. ഇത് വെള്ളം വണ്ടിയാണ്. റോഡിൽ നടക്കുന്ന വെള്ളത്തിന്റെ വണ്ടിയാണ്. നടച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ മൊത്തം പൊടി പാറുന്നതിന് വേണ്ടിയിട്ടാണ്, പാറാതിരിക്കാൻ വേണ്ടി വെള്ളം നനച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണല്ലോ. ഇതൊക്കെ നീറ്റാണ് കേട്ടോ. ചെക്ക് പോസ്റ്റാണ്, ചെക്ക് പോസ്റ്റാണ്. വയനാടും കോഴിക്കോടും തമ്മിലുള്ള ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. ഇപ്പോൾ പോലീസുകാർക്ക് കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പോലീസുകാർക്ക് കാരണം നമ്മളെ സൈഡാക്കി നിർത്തിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. യൂട്യൂബറാണ്, തിരുനെല്ലി പോകുന്ന പറയും. ഓക്കെ, എങ്ങനെയാണ് യൂട്യൂബിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ ഫ്രണ്ട്ഷിപ്പായിട്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ പോലീസുകാർ നല്ല പോലീസുകാരാണ്.
ഈ സ്ഥലങ്ങളൊക്കെ കൽവേട്ടിന്റെ കട്ടിങ് കഴിഞ്ഞ ശേഷം കൽവേട്ട് കുറച്ച് ഉയർന്നിട്ട് നമ്മുടെ ഡ്രൈനേജിന്റെ ലെവലിലേക്ക് കൽവേട്ട് ഉയർന്നിട്ട് അവിടെ ഫിൽ ചെയ്തതാണ്. ഇതൊക്കെ നമ്മുടെ ഹൈറ്റ് വരുന്നത്. അവിടെ മോട്ടർ വയ്ക്കുന്നുണ്ട് കേട്ടോ.